മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായി. ഒപ്പം തന്നെ രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഈ ഘട്ടങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി നടത്തുന്നത് പച്ചയായ വർഗീയ പ്രചാരണമാണെന്നാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞത്. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരരുതെന്ന അന്തരീക്ഷം രാജ്യമെമ്പാടും നിലനിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ സമീപ ദിവസങ്ങളിലെ രാഷ്ട്രീയ സംഭവ കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. രാജസ്ഥാനിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു കണ്ണൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിലും പിന്നീട് തലശ്ശേരിയിൽ കെ ശൈലജ ടീച്ചറുടെ പ്രചരണ റാലിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. BJPക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യം മനസ്സിലായി തുടങ്ങി. അവർക്ക് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതായി മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് തീവ്രമായ വർഗീയ പ്രചരണത്തിന് ഇപ്പോൾ മുതിർന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നടത്തിയിട്ടുള്ള ലിപ്തമായ പ്രസംഗമാണ് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ പദവിക്ക് യോജിക്കാത്ത തരത്തിലുള്ള പ്രസംഗമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഇനിയൊരു ഊഴം കൂടി ലഭിച്ചാൽ അത് രാഷ്ട്രത്തിന് തന്നെ വലിയ അപകടമുണ്ടാക്കും എന്ന തിരിച്ചറിവാണ് ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അത് BJPക്കും മനസ്സിലായി തുടങ്ങി എന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ ഏറ്റവും വലിയ കാർഡ്, വർഗീയ കാർഡ് ഇറക്കി കളിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ കടുത്ത വിഷലിപ്തമായ വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത്. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. എന്നാൽ ഇതിനെതിരെ നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷത തെളിയിക്കേണ്ട സാഹചര്യമായിരുന്നിട്ട് കൂടിയും അതിന് തയ്യാറാകാതിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പരമോന്നത കോടതിയിലേക്ക് ഈ വിഷയം എത്തുന്ന സാഹചര്യമാണുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സ്വീകരിക്കുന്ന നിലപാടുകളെയും മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും കുളിർമ പകരുന്ന നടപടികളാണ്, നിലപാടുകളാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യം ഇപ്പോഴുണ്ടായിരിക്കുന്ന പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ ജമ്മു കാശ്മീരിൻ്റെ പദവി എടുത്തു കളഞ്ഞ സമയത്തും പിന്നീട് പലതരത്തിലുള്ള ജനവിരുദ്ധമായിട്ടുള്ള, ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയ സമയത്തും ഒന്നും തന്നെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതൃത്വമോ ശബ്ദിച്ചില്ല. ഇത്തരത്തിൽ BJPയെ എതിർക്കുന്ന, സംഘപരിവാറിനെ തുറന്ന് എതിർക്കുന്ന സമീപനം സ്വീകരിക്കാതെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, കേരളത്തിലെത്തി പ്രസംഗിക്കുന്നത് അത് BJPക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രസംഗം BJPയിൽ നടക്കുന്നു, കേരളത്തിലെത്തി നടത്തുന്നു. കേന്ദ്ര ഏജൻസികൾക്ക് സഹായകരമായിട്ടുള്ള രീതിയിലുള്ള പ്രസംഗം കേരളത്തിൽ എത്തി നടത്തുന്നു. അത്തരത്തിൽ പക്വതയില്ലാത്ത നടപടികളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അതിൻ്റെ അവസാന മണിക്കൂറിലേക്ക് അടുക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ ആവേശം പകർന്നുകൊണ്ട് LDF ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ടാണ് ശക്തമായിട്ടുള്ള നിലപാടുകളുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. തലശ്ശേരിയിൽ നടന്ന ഈ LDF റാലിയിൽ കെ ശൈലജ ടീച്ചറുടെ പ്രചരണാർത്ഥം നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്. കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന BJPയെ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിക്കും. അതോടൊപ്പം തന്നെ കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ് MPമാരുടെ സംഘത്തെ കേരളം തിരസ്കരിക്കും. 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വലിയ വിജയം നേടും എന്നുള്ള ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. കേരളത്തിൽ എല്ലായിടത്തും ഇടതുപക്ഷ തരംഗമാണ് ആഞ്ഞടിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്.